ഇവിടെ എന്താണ് ബോധിക്കേണ്ടത്? ആത്മേവേദം സർവം, ഇതം സർവം ആത്മാ, ഇതാണ് ബോധിക്കേണ്ടത്. ഇത് സർവം ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെല്ലാം ആത്മാവെന്ന് പറഞ്ഞൊരു വസ്തു നിറച്ചിരിക്കുന്നു എന്നാണ്. അല്ല, ആരോടാ പറയുന്നത്? ശ്രോതാവിനോട്. ആത്മാന്ന് പറഞ്ഞാൽ എന്താ? ശ്രോതാവ് തന്നെ. അനുഭവവേദ്യമായിരിക്കുന്നതിനെല്ലാം ചേർത്ത് പറഞ്ഞു ഇതം സർവം. എന്തൊക്കെ അറിയുന്നുണ്ടോ താനുൾപ്പെടെ, അതെല്ലാം എന്താണ്? ആത്മാ എന്ന് വെച്ചാൽ താൻ തന്നെ, ശ്രോതാവ് തന്നെ. ഈ ഭാഗമാണ് അംഗീകരിക്കാൻ പ്രയാസമുള്ളത്. താൻ തന്നെയാണ് സർവമെങ്കിൽ പിന്നെ താൻ എങ്ങനെ, അന്യനെങ്ങനെ ഭിന്നമായിരിക്കുന്നു? താൻ അന്യൻ എന്നുള്ള ഭേദാനുഭവം എങ്ങനെ വരുന്നു? ഒരു വാചക കസർത്താണ്. ഭേദം അനുഭവസിദ്ധമായിരിക്കെ പ്രത്യക്ഷസിദ്ധമായിരിക്കുന്നു. ഇതം സർവം, ഇതെല്ലാം താനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ ബോധിക്കും? അങ്ങനെ ബോധിക്കുന്നതിന് എന്താ തടസ്സം? ബോധിക്കുന്നതിന് തടസ്സമൊന്നേ ഉള്ളൂ, തന്നെ സംബന്ധിച്ചുള്ള, തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങൾ. അതിനെ നിരാകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് തർക്കം. യുക്തിപരമായി ചിന്തിക്കുന്നു, അതങ്ങനെ സംഭവിക്കാമോ? താൻ തന്നെ സർവവുമായിരിക്കുമോ? അതിന് ആത്മേക സാമാന്യ ഉദ്ഭവ പ്രളയ ആഖ്യ തദാശങ്ക നിവൃത്തിയർത്ഥം. തത്രയം ഹേതുരസിദ്ധ ഇത്യാശങ്ക്യത്തെ. ആത്മീയവേദം സർവം എന്നുള്ളതിന് നിങ്ങൾ എന്ത് യുക്തിയാ പറയുന്നത്? അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? പറയുന്നു ആത്മീക സാമാന്യ ഉദ്ഭവ പ്രളയം. ആത്മീകത്വം തന്നിലാണ്. താനെന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ്, സത്ത, അതിലാണ് സർവത്തിന്റെയും ഉദ്ഭവം, അതിലാണ് സർവത്തിന്റെയും പ്രളയം. അത് സർവാധാരമായിരിക്കുന്ന തന്നിൽ എന്നൂടെ കൂട്ടിച്ചേർക്കണം. അല്ല, തന്നിലാണിതെല്ലാം ഉണ്ടാകുന്നത്, വിലയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവഭാവത്തിലിരിക്കുന്ന ഈ അല്പബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു എന്നൊക്കെ ധരിച്ചു പോകും. അതല്ല, ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ആത്മാ എന്ന് തന്നെ ബോധിപ്പിക്കുമ്പോൾ ഈ ജീവഭാവത്തിലല്ല, മറിച്ച് സർവാത്മഭാവത്തിൽ സർവാധാരമായിരിക്കുന്നത്. അങ്ങനെ സർവാധാരമായിരിക്കുന്ന താൻ, ആ താൻ ഏകനാണ്. ആ ഏകനായിരിക്കുന്ന താൻ തന്നെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്ന് ശ്രോതാവ് മനസ്സിലാക്കും. അതാണ് ആത്മീകത്വം. ആത്മീക സാമാന്യം അതുതന്നെ സർവസാമാന്യമായിരിക്കുന്നു. താൻ തന്നെയാണ് സർവഭാവങ്ങൾക്കും ആധാരമായി സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഇതം സർവം ആത്മാന്നാണ്. അപ്പൊ സർവഭാവങ്ങളായി മാറിയിരിക്കുന്നതും താൻ തന്നെ. തന്റെ പരമാർത്ഥമായ രൂപം, തന്റെ വാസ്തവമായ രൂപം, തന്റെ സർവവ്യാപിയായിരിക്കുന്ന രൂപം, തന്റെ സത്താരൂപം, അല്ലെങ്കിൽ തന്റെ ജ്ഞാനരൂപം, അങ്ങനെ അത് സർവാധാരമായിരിക്കുന്നു. അതാണ് ആത്മീക സാമാന്യ ഉദ്ഭവം. അതാണ് സർവാധാരമായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നാണ് സർവം ഉണ്ടായിരിക്കുന്നത്. പ്രളയം, അതിൽ തന്നെയാണ് സർവം വിലയിക്കുന്നത്. സർവത്തെയും നമ്മൾ പറയുന്നത് പ്രപഞ്ചം എന്നാണ്. ആ പ്രപഞ്ചത്തെ എടുത്തിട്ടാണ് അടുത്ത് ചിന്തിക്കുന്നത്. ആ പ്രപഞ്ചം തന്നിൽ അധിഷ്ഠിതമാണ്, തന്നിൽ നിലനിൽക്കുന്നതാണ്. പ്രപഞ്ച കാരണം താൻ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്കും ഉത്പത്തിക്കും നാശത്തിനും കാരണം താൻ തന്നെയാണ്.
ഇതിനെ സംബന്ധിച്ച് വരുന്ന തദാശങ്ക നിവൃത്തിയർത്ഥം ആത്മീയവേദം സർവം. ഇത് കേവലമായൊരു തത്വം മാത്രമല്ല. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു തത്വം പറയേണ്ട ആവശ്യമില്ല. അത് അന്യമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഈ വസ്തു ഇതെന്താണ് പറയുന്നത്? ഇന്ന ഇന്ന വസ്തുക്കൾ കൂടിച്ചേർന്നതാണ്. അതാണ് ഇതിന്റെ തത്വം. അങ്ങനെ ബാഹ്യമായ പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് തത്വം പ്രസംഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താം. ഇതിന്റെ തത്വം ഇന്നതാണ്, ഇത് ഇന്നത് കൂടിച്ചേർന്നതാണ്. അങ്ങനെ പ്രാപഞ്ചികമായ ഏത് വിഷയത്തെക്കുറിച്ചും പറയാം. അതിനാണ് തത്വം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു തത്വമല്ല ഇത്. സാറിന് തത്വം പറയുമ്പോൾ അവിടെ വിഷയമുണ്ട്. ആ തത്വത്തിന് പുസ്തകത്തിന്റെ തത്വം പറയുന്നു. അവിടെ വിഷയമായി പുസ്തകം. ഇതിൽ ചില ഘടകങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നാണ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ബുദ്ധി ആ വിഷയത്തെ വിശകലനം ചെയ്ത് ഗ്രഹിച്ച് ആ വിഷയത്തിന്റെ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെ ഒരു തത്വമല്ല ഇത്. കാരണം ഇവിടെ ആ ശ്രോതാവ് സ്വയം അറിവായിരുന്നുകൊണ്ട്, സ്വയം സത്തായിരുന്നുകൊണ്ട് തന്നിലുള്ള ആശങ്കകളെ നിവർത്തിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. പുതുതായൊരു തത്വത്തെ വെളിപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ അറിവ് എന്ന ഈ ആത്മസ്വരൂപം ഇത് അസന്ദിഗ്ധമാണ്. ഇതിലാർക്ക് സംശയമില്ല. തന്റെ സത്തയിലാർക്ക് സംശയമില്ല. ബുദ്ധി, ജ്ഞാനം ഇതിലാർക്ക് സംശയമില്ല. അസന്ദിഗ്ധമായ സ്വസ്വരൂപത്തിൽ അങ്ങനെയൊന്നും വരത്തില്ല. മറ്റുള്ള വിഷയങ്ങളിൽ വരെ അന്യവിഷയങ്ങൾ. അന്യമായി കാണുന്ന വിഷയങ്ങളെല്ലാം വരാം. അസന്ദിഗ്ധമായിരിക്കുന്ന താൻ, അതിനാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്നത്. അത് ഇതം സർവം എന്ന് ബോധിപ്പിക്കുകയാണ്. ഇതെല്ലാം അസന്ദിഗ്ധമായിരിക്കുന്ന താൻ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ആശങ്കാ നിവൃത്തി എന്ന് പറയുന്നത്. ഇത് അങ്ങനെ കേവലമായൊരു തത്വമല്ല, ബുദ്ധി വിഷയമാക്കുന്ന ഒരു തത്വമല്ല. മറിച്ച് ഇത് അനുഭവമാണ്. അതാണ് പറഞ്ഞ അസ്തിത്വത്തിൽ സന്ദേഹമില്ല, അതിനെ നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ടിത് സ്വാനുഭവമാണ്, ഓരോ ശ്രോതാവിന്റെയും അനുഭവമാണ്. നമ്മൾ സാധാരണ രണ്ടായി തിരിക്കുമല്ലോ, ഇത് അറിവ്, ഇത് ജഡം എന്ന് രണ്ടായി തിരിക്കുമല്ലോ. അത് ജഡത്തിൽ നിന്ന് വേർതിരിക്കുന്ന അറിവ്, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അറിവിന്റെ അനുഭവം അങ്ങനെ രണ്ടില്ല. അറിവ് സ്വയം തന്നെയാണ് അനുഭവം. ആത്മാവിന്റെ അനുഭവം അങ്ങനെ രണ്ടില്ല. ആത്മാവ് സ്വയം തന്നെ അനുഭവമാണ്. അതുകൊണ്ടാണ് അതിൽ ഉണ്ടാകാത്തത്.
പക്ഷെ ഇവിടെ പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ആത്മാവ് സ്വയം അറിവായിരിക്കുക, എന്നിട്ട് അതേ ആത്മാവ് തന്നെ ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുക, ആ ആത്മാവിന് തന്നെ ആചാര്യന് ശാസ്ത്രമൊക്കെ വേണ്ടി വരിക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഈ വിഷയത്തിൽ ആശങ്കകളുണ്ടാവും. ആ ആശങ്കകളെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഏത് ബ്രാഹ്മണം ആരംഭിച്ച ഈ ബ്രാഹ്മണത്തെ ഇനി പറയാൻ പോകുന്ന ഭാഗം വിശദീകരിക്കുന്നു. ശ്രോതാവ് സ്വയം അറിവായതുകൊണ്ട് ഇത് സദാ സ്വയം അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നു. കേവലം ബുദ്ധിക്ക് വിഷയമാകുന്ന ഒരു തത്വമായിട്ടല്ല. ആത്മീയവേദം സർവം എന്ന് പറയുന്നത് ശ്രോതാവിന്റെ അനുഭവമാണ്. ശ്രോതാവ് അവിടെ സ്വയം അറിവായി സർവാധാരമായിരിക്കുന്നു. അത് തന്നെ അതാണ് അറിവിന്റെ അനുഭവം. അങ്ങനെ ഒന്നില്ല. അറിവാകുന്ന അനുഭവം അതേ ഉള്ളൂ, അറിവായ അനുഭവം അതേ ഉള്ളൂ. ഈ പൃഥ്വിയാദി സർവ്വതും അത് തന്നെ, അറിവ് തന്നെയാണ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മധുബ്രാഹ്മണം. ഏത് ബ്രാഹ്മണം ആരഭ്യത, ഈ ബ്രാഹ്മണം. അതടുത്ത് വിശദമാക്കുന്നു. യസ്മാത് പരസ്പര ഉപകാരി ഉപകാരകഭൂതം ജഗത് സർവം പൃഥിവ്യാദി. പരസ്പര ഉപകാരി